ഓം അനേകജന്മസംപ്രാപ്ത കർമ്മേന്ധനവിദാഹിനേ ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ, പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർകൾ, പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവർകൾ, അഡ്മിന്മാർ, ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ രത്നാംബിക ശിവാനന്ദൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈശാവാസ്യോപനിഷത്തിൻ്റെ ശാന്തി പാഠമാണ് പരിചിന്തനം ചെയ്തത്. എല്ലാവരും ശാന്തി പാഠം പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഈശാവാസ്യോപനിഷത്തിൻ്റെ ആദ്യ മന്ത്രത്തിലേക്ക് കടക്കാം. ഈശാവാസ്യോപനിഷത്ത് കൃഷ്ണ യജുർവേദ സംഹിതയുടെ 40-ാം അധ്യായമാണ്. ഭവാബ്ദിയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് നാവികനായും ആവിവൻ തോണിയായും ഭവിച്ച് സംസാരസാഗര സമുദ്ധരണൈക മന്ത്രമായി ഈശാവാസ്യോപനിഷത്ത് അഗ്രിമശോഭയോടെ പരിലസിക്കുന്നതിനാലാകാം ഈ ഉപനിഷത്ത് ശ്രീനാരായണ ഗുരു പരിഭാഷപ്പെടുത്തി മുമുക്ഷുക്കൾക്കായി തന്ന് അനുഗ്രഹിച്ചത്. പരമമായ ബ്രഹ്മവിദ്യയ്ക്ക് ആധാരമായിട്ടുള്ളതാണ് ഉപനിഷത്തുക്കൾ. ഭഗവത്ഗീതാധ്യാനത്തിൽ പറയുന്നു, സർവോപനിഷത്തുക്കളാവുന്ന ഗോക്കളെ കൃഷ്ണനാവുന്ന കറവക്കാരൻ കറന്ന് പാർത്ഥനാവുന്ന കന്നുകുട്ടിക്ക് നൽകുന്നതാണ് ഭഗവത്ഗീത എന്ന്. നാം പഠിക്കുന്നത് ഉപനിഷത്താണ്. ഇത് പുസ്തകജ്ഞാനമല്ല, മസ്തിഷ്കജ്ഞാനമാണ്. ഇത് പുസ്തകത്തിൽ എഴുതി വച്ചാൽ അവിടെയിരിക്കും. എൻ്റെ ആചാര്യൻ പറഞ്ഞ് ഞങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉറപ്പിക്കും. നാം ഈ മന്ത്രങ്ങൾ ഉരുവിട്ട് പഠിക്കണം. ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥവും മന്ത്രവും പഠിച്ച് ഹൃദിസ്ഥമാക്കണം. ഹൃദിസ്ഥമാക്കിയാൽ പിന്നീട് ഒരിക്കലും അത് മറന്നു പോകില്ല. ആവർത്തിച്ച് പഠിക്കുക. ഓം എന്ന് സ്വരിച്ചുകൊണ്ട് വേണം മന്ത്രം ആരംഭിക്കേണ്ടത്. ഒരു സ്തോത്രം ആലപിക്കുമ്പോൾ അത് അർത്ഥപുഷ്ടിയും ഫലപ്രാപ്തിയും ആകണമെങ്കിൽ ഓം എന്ന് ആദ്യം സ്വരിച്ചിരിക്കണം. ഓം ചൊല്ലുക എന്നല്ല, സ്വരിക്കുക എന്നാണ് പറയേണ്ടത്. ഓം പ്രണവമാണ്, ജീവനനാദമാണ്, പ്രപഞ്ചനാദമാണ്, ഓം ബ്രഹ്മമാണ്. നമുക്ക് ആദ്യ മന്ത്രത്തിലേക്ക് കടക്കാം. മൂലമന്ത്രം ഓം ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ ഘൃതഃ കസ്യ സിദ്ധനം. ഓം ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ ഘൃതഃ കസ്യ സിദ്ധനം. ഗുരു ഇതിന് ഭാഷ എഴുതിയിരിക്കുന്നത്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്കമുക്തനായാശിക്കരുതാരുടെയും ധനം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ
ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. ആദ്യം പറയട്ടെ, വേദമോതുന്നതിന് ഒരു രീതിയുണ്ട്, വൈദിക രീതി. ഓദിക്കന്മാർ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? വേദത്തിന് 3 സ്വരൂപമുണ്ട്. ഗദ്യ, പദ്യ, ഗാനമാണത്. 4 രീതിയിലാണ് അവർ വേദം ഓതുന്നത്: ഉദാത്തം, അനുദാത്തം, സ്വരിതം, ക്ലുതം. ഇതെല്ലാം താഴെയും മുകളിലും ഇടുന്ന വര അനുസരിച്ചാണ്. സംഗീതത്തിൽ ഇത്ര കട്ട എന്ന് പറയുന്നത് പോലെ ഗുരുവായൂരിൽ കടവല്ലൂർ എന്ന സ്ഥലത്ത് അന്യോന്യം നടക്കുന്നുണ്ട്. അവിടെ വേദത്തെ ഉരുക്കഴിക്കുന്നതിന് ഒരു നീട്ടലും കുറുക്കലും ഉണ്ട്. അതേപോലെ തൃശ്ശൂരിൽ ഓദിക്കന്മാർ വേദത്തെ ഹൃദിസ്ഥമാക്കിയവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഛന്ദസ്, ഏതു ദേവത, ഇവയൊക്കെ അവിടെ പഠിപ്പിക്കുന്നു. നമുക്കേതായാലും തെറ്റുകൂടാതെ ഈശാവാസ്യോപനിഷത്ത് സ്വരിച്ച് പഠിക്കാം. ഇതിൻ്റെ പദാനുപദ അർത്ഥം നോക്കാം. ജഗത്യാം, ജഗത്തിൽ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ജായതേ ഗച്ഛന്തി ഇതി ജഗത്, അതായത് ഇളകുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന ജഗത്ത്, ഉണ്ടായി നിലനിന്ന് മറയുന്നത് ജഗത്ത്. യത് കിഞ്ച, ഏതൊരു, ഇതം സർവം, ഇത് സർവതും, ഈശാവാസ്യം, ഈശ്വരനാൽ ആവാസിതമായിരിക്കുന്നത്, തേന, അക്കാരണത്താൽ, തെക്തേന, ത്യജിച്ചുകൊണ്ട്, ഭുഞ്ചീത, ഭുജിച്ചുകൊള്ളുക, കസ്യ സിധ്വനം, ആരുടെയും ധനം, മാ ഘൃത, ആഗ്രഹിക്കരുത്. ഒന്നുകൂടി. ജഗത്യാം, ജഗത്തിൽ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ജായതേ ഗച്ഛന്തി ഇതി ജഗത്. ജഗത് എന്ന് പറഞ്ഞാൽ ഇളകുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന, ഉണ്ടായി നിലനിന്ന് മറയുന്നത്. യത് കിഞ്ച, ഏതൊരു, ഇതം സർവം, ഇത് സർവതും, ഈശാവാസ്യം, ഈശ്വരനാൽ ആവാസിതമായിരിക്കുന്നത്, തേന, അക്കാരണത്താൽ, തെക്തേന, ത്യജിച്ചുകൊണ്ട്, ഭുഞ്ചീത, ഭുജിച്ചുകൊള്ളുക, കസ്യ സിദ്ധനം, ആരുടെയും ധനം, മാ ഘൃത, ആഗ്രഹിക്കരുത്. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യം ജഗത്, തേന തെക്തേന ഭുഞ്ചീത, മാ ഘൃത, കസ്യ സിദ്ധനം. ജഗത്യാം, ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൽ ഇളകുന്ന യാതൊന്നുണ്ടോ? ഇതം സർവം, ഇത് സർവതും, ഈശാവാസ്യം, സർവതും ഈശ്വരനാൽ ആവാസിതമായിരിക്കുന്നതാണ്, തേന, അതുകൊണ്ട്, അക്കാരണത്താൽ, തെക്തേന ഭുഞ്ചീത, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, കസ്യ സിദ്ധനം, ആരുടെയും ധനം, മാ ഘൃത, ആഗ്രഹിക്കരുത്. ഓം ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യം ജഗത്, തേന തെക്തേന ഭുഞ്ചീത, മാ ഘൃത, കസ്യ സിദ്ധനം. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്തിൽ യാതൊന്നുണ്ടോ? അതിലെല്ലാം ഈശൻ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഭുജിക്കണം. നീ ആരുടെയും ധനം ആഗ്രഹിക്കരുത്. ഭൂമി ചലിക്കുന്നു, നക്ഷത്ര സമൂഹം ചലിക്കുന്നു. ഇവിടെ എല്ലാം ഈശ്വരനാൽ ആവാസിതമാണ്. ഈ ലോകത്തെ സ്വർഗീയമാക്കാനുള്ള ഉപാധിയാണ് ഗുരു പറയുന്നത്. ഇതിന് ഗുരു നൽകിയ ഭാഷ. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശൻ നാം സാധാരണ പറയുന്ന ഈശ്വരൻ എന്ന അർത്ഥത്തിലല്ല. ഈശനില്ലാത്ത യാതൊന്നുമില്ല. ഈശൻ ഓങ്കാരമാണ്. ഓങ്കാരത്തിൽ നിന്നല്ലേ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. അതിനകത്ത് എല്ലാം ഓങ്കാരമുണ്ട്. ഈശൻ എന്ന് പറയുന്നത് ഔപനിഷിതമായ ബ്രഹ്മത്തെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നതിൽ മായയുണ്ട്. മായാസഹിതം ബ്രഹ്മ ഇതി ഈശ്വര.
മായയോടെ ചേർന്നിരിക്കുന്ന ബ്രഹ്മമാണ് ഈശ്വരൻ. ഈശ്വരനിൽ നിന്ന് മായ മാറിയാൽ മായാരഹിതം ഈശ്വര ഇതി ബ്രഹ്മ. അപ്പോൾ ബ്രഹ്മത്തിൽ മായ ഇല്ല, ഈശ്വരനിൽ മായ ഉണ്ട്. ഈശാവാസ്യോപനിഷത്തിൽ ഈശ എന്ന പ്രയോഗം ഈശ്വരനല്ല. ഉപനിഷത്ത് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈശൻ ബ്രഹ്മമാണ്. ഇവിടെ എന്തെല്ലാമുണ്ടോ ഈശൻ അതിലെല്ലാം ആവസിച്ചിരിക്കുന്നു. ആരുടെയും ധനത്തെ ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് ഗുരു ഭാഷ നൽകിയിരിക്കുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാകൃത കസ്യ സിദ്ധനം. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്തിൽ, ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുണ്ടോ അതിലെല്ലാം ഈശൻ ആവസിച്ചിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ തേന തെക്തേന ഭുഞ്ജീത, നിങ്ങൾ ത്യജിച്ചുകൊണ്ട്, അതായത് ഉപേക്ഷിച്ചുകൊണ്ട് ഭുജിക്കുക. ഈശൻ സമസ്ത ജഗത്തിലും വസിച്ചിരിക്കുന്നതിനാൽ ത്യജിച്ചുകൊണ്ട് വേണം ഭുജിക്കുവാൻ. അന്യൻ്റെ ധനത്തെ ആഗ്രഹിക്കരുത്. അന്യൻ്റെ ധനം ഒരിക്കലും ആഗ്രഹിക്കരുത്. സ്വർഗസമാനമായ അല്ല, സ്വർഗം തന്നെയായ ഈ ജഗത്തിന്, സ്വർഗം തന്നെയായ, അതായത് ലോകത്തെ നരകപൂർണമാക്കുന്നത് അജ്ഞതയാൽ മറ്റുള്ളവർക്ക് അർഹതയുള്ളതിനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഉപനിഷത്ത് ഋഷി ലോകത്തോടെ ആദേശിക്കുന്നു, മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിക്കാതെ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, ജീവിക്കുക. അവിടെ സ്വർഗം സംപ്രാപ്യമാകും. ഒരു ദിവസം ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് സ്വർഗവും നരകവും ഉള്ളതാണോ എന്ന് സംശയത്തോടെ ചോദിച്ചു. ഉണ്ടല്ലോ, നിനക്ക് കാണണമെന്നുണ്ടോ എന്ന് ഭഗവാൻ അർജുനനോട് ചോദിച്ചു. കാണണം എന്ന് വളരെ ജിജ്ഞാസയോടെ അർജുനൻ പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം. സ്വർഗത്തിലും നരകത്തിലും ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കരുതിയിരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. അടുത്ത ദിവസം യാത്ര പുറപ്പെടുന്നതിനു വേണ്ടി അർജുനൻ നരകസ്വർഗവാസികൾക്ക് നൽകാൻ 2 കുട്ട നിറയെ നന്നായി പഴുത്ത മാമ്പഴം കരുതി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി മാമ്പഴവുമായി പുഷ്പക വിമാനത്തിൽ കയറി നരക സ്വർഗലോക സന്ദർശനത്തിന് യാത്ര പുറപ്പെട്ടു. അവർ ആദ്യം നരകത്തിന് മുകളിലെത്തി. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അതാ നീ താഴേക്ക് നോക്കൂ, അതാണ് നരകം. അർജുനൻ താഴേക്ക് നോക്കിയപ്പോൾ മുകളിൽ വന്നു നിന്ന് പറക്കുന്ന വിമാനത്തെ നോക്കി നരകവാസികളിൽ ചിലർ ബഹളം വയ്ക്കുകയും മറ്റു ചിലർ പരസ്പരം മല്ലടിക്കുകയും ദീനരോധനം മുഴക്കുന്നതുമാണ് കണ്ടതും കേട്ടതും. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അവർ എത്ര പേർ ഉണ്ടെന്ന് എണ്ണിയിട്ട് അത്രയും മാമ്പഴം അവർക്ക് ഇട്ടുകൊടുക്കുക. അർജുനൻ നരകവാസികളുടെ എണ്ണമെടുത്തിട്ട് അത്രയും മാമ്പഴം ഓരോന്നായി നരകത്തിലേക്ക് ഇട്ടു. ആദ്യത്തെ മാമ്പഴം നരകത്തിൽ വീണപ്പോൾ ആ മാമ്പഴം സ്വന്തമാക്കാൻ വേണ്ടി നരകവാസികൾ ശ്രമിച്ചു. അത് മൽപ്പിടുത്തമായി. അതിനിടയിൽ മാമ്പഴം പിച്ചി ചീന്തി ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത രീതിയിലാക്കി നശിപ്പിച്ചു. രണ്ടാമത്തെ മാമ്പഴം ഇട്ടപ്പോൾ ആദ്യത്തേതിനു വേണ്ടി ഉണ്ടായതിനേക്കാൾ പ്രശ്നം ഉണ്ടാക്കി ആർക്കും അനുഭവയോഗ്യമല്ലാതാക്കി നശിപ്പിച്ചു. അങ്ങനെ മൊത്തം മാമ്പഴവും നരകവാസികളുടെ എണ്ണത്തിന് തുല്യമായ മാമ്പഴം അർജുനൻ ഇട്ടു. എല്ലാം ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിച്ചു. ഈ രംഗം കണ്ട് ദുഃഖിതനായ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, കണ്ടില്ലേ, അവരുടെ സ്വാർത്ഥതയാണ് അവർ നരക ജീവിതം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത്. എല്ലാവർക്കും വേണ്ടത് നാം നൽകി, എന്നാൽ ആർക്കും അത് സ്വസ്ഥമായി അനുഭവിക്കാൻ സ്വാർത്ഥതയാൽ കഴിഞ്ഞില്ല. ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം.
സ്വർഗവും നരകവും തമ്മിൽ അല്പദൂരവും ഇല്ല. ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് സ്വർഗവും നരകവും. അവർ മതിൽക്കെട്ടിന് അപ്പുറമുള്ള സ്വർഗത്തിൻ്റെ മുകളിലെത്തി. അർജുനൻ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ സാനന്ദചിത്തരായി ശാന്തസുന്ദരമായ സാഹചര്യത്തിൽ ആളുകൾ വസിക്കുന്നു. പരസ്പരം ആദരവോടെയും ലീലാവിനോദങ്ങളോടെയും അവർ കഴിയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുനൻ അവരുടെ എണ്ണത്തിനനുസരിച്ച് മാമ്പഴം ഓരോന്നായി താഴേക്കിട്ടു. ആദ്യത്തെ മാമ്പഴം ഒരാളിൻ്റെ കയ്യിൽ കിട്ടി. അയാൾ അതെടുത്ത് തൻ്റെ സമീപമുണ്ടായിരുന്ന ആളിനോട് പറഞ്ഞു, ഇതാ നന്നായി പഴുത്ത മാമ്പഴം, ഇത് താങ്കൾ കഴിച്ചോളൂ. ഉടൻ അയാൾ പറഞ്ഞു, വേണ്ട, അത് താങ്കൾ തന്നെ കഴിച്ചോളൂ. മാമ്പഴം ഇനി താഴേക്ക് വീഴുമെങ്കിൽ മതി എനിക്ക്. എന്നാൽ ഒന്നാമൻ സമ്മതിച്ചില്ല. അത് രണ്ടാമന് നൽകി. അയാൾ അടുത്തയാളിന് നൽകി. ആ മാമ്പഴം വളരെ സുരക്ഷിതമായി അടുത്തയാളിന് നൽകി. അങ്ങനെ അത് കൈമാറി സഞ്ചരിച്ചു. ഇതിനിടയിൽ വീണുകൊണ്ടിരുന്ന എല്ലാ മാമ്പഴവും ഓരോരുത്തരുടെ കൈകളിലായി എത്തി. അവസാനത്തെ മാമ്പഴം വീണപ്പോൾ അതെടുത്ത് ഒന്നാമൻ അടുത്തയാളിനു നീട്ടി. അയാൾ പറഞ്ഞു, എനിക്കും കിട്ടി, മറ്റുള്ളവർക്കും കിട്ടി, അത് താങ്കൾ എടുത്തുകൊള്ളൂ. അപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇനി ആർക്കെങ്കിലും മാമ്പഴം ലഭിക്കാനുണ്ടോ, ആവശ്യമുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, വേണ്ട, എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു, അത് താങ്കൾക്കുള്ളതാണ്, താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും മാമ്പഴം ലഭിച്ചുവെങ്കിൽ നമുക്ക് ഭക്ഷിക്കാം. അങ്ങനെ സർവരും സ്വാദിഷ്ടമായി മാമ്പഴം സാനന്ദം കഴിച്ചു, സ്വർഗീയത അനുഭവിച്ചു. സ്വാർത്ഥരഹിതമായി നിസ്വാർത്ഥതയോടെ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുന്നിടത്താണ് സ്വർഗീയത. ഈശാവാസ്യോപനിഷത്തിന് നാരായണ ഗുരു നൽകിയ ഭാഷ വായിച്ചിട്ട് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനും യുക്തിവാദിയുമായ സഹോദരൻ അയ്യപ്പൻ മൂലമന്ത്രത്തിലെ മാ ഘൃത കസ്യ സിദ്ധനം എന്നതിൻ്റെയും അതിൻ്റെ ഭാഷയായ ആശിക്കരുത് ആരുടെയും ധനം എന്നതിൻ്റെ അടിയിലും വരയിട്ടു. ആലുവ അദ്വൈതാശ്രമത്തിൽ നാരായണ ഗുരുവിൻ്റെ സവിധത്തിലെത്തി. എന്നിട്ട് അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങൾ ഈശാവാസ്യോപനിഷത്തിന് എഴുതിയ ഭാഷ ഞാൻ വായിച്ചു. അതിലെനിക്ക് കാര്യമായ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഗുരു പറഞ്ഞു, എന്താണ് അയ്യപ്പൻ്റെ സംശയം? അയ്യപ്പൻ മൂലകൃതിയിലെ പ്രഥമ ശ്ലോകത്തിലെ 4-ാം പാദത്തിലുള്ള മാ ഘൃത കസ്യ സിദ്ധനം എന്നതിന് തൃപ്പാദങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ ആശിക്കരുതാരുടെയും ധനം എന്നാണല്ലോ. ഈ ഉപനിഷത്ത് ഉദ്ബോധനം നമ്മുടെ പ്രവൃത്തിയുമായി എങ്ങനെ പൊരുത്തപ്പെടും? അതൊരു വിരോധാഭാസമായി തോന്നുന്നു. കാരണം നമ്മൾ ആലുവ സംസ്കൃത സ്കൂളിൻ്റെയും വർക്കല ശിവഗിരി സ്കൂളിൻ്റെയും നിർമ്മാണ പ്രവർത്തനത്തിനും മറ്റും ധനശേഖരണം നടത്തുന്നത് മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിച്ചല്ലേ? ഇതാണ് എൻ്റെ സംശയം. അപ്പോൾ ഗുരു അയ്യപ്പനോട് ചോദിച്ചു, അയ്യപ്പ, ധനം ആരുടേത്? ഗുരുവിൻ്റെ ഈ ചോദ്യം അയ്യപ്പനെ ചിന്താക്ലാന്തനാക്കി. അദ്ദേഹം മൗനിയായി. ധനം ആരുടേതെന്ന് ഉപനിഷത്തുക്കളിലൂടെ അന്വേഷിച്ചാൽ ധനം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ സർവേശ്വരൻ്റേതാണ്. അല്ല, സർവേശ്വരൻ തന്നെയാണെന്നും അത് സർവർക്കും സർവജീവജാലങ്ങൾക്കും അവശ്യം സ്വതന്ത്രമായി സർവദാ സാനന്ദം അനുഭവിക്കാനുള്ളതാണെന്നും അറിയാം. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മുക്തിപദത്തിലെത്തുക എന്നതാണ്. ഈ മുക്തിപദത്തിലെത്താൻ 2 മാർഗങ്ങളുണ്ട്. ഈ ഈശാവാസ്യോപനിഷത്തിൽ ഈ 2 ജീവിത മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെ. 1-ാം മന്ത്രം നിവൃത്തി മാർഗത്തെക്കുറിച്ചും 2-ാം മന്ത്രം പ്രവൃത്തി മാർഗത്തെക്കുറിച്ചും പറയുന്നു. 3 മുതൽ 18 വരെയുള്ള മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങളുടെ വിശദീകരണമാണ്, അതായത് വ്യാഖ്യാനമാണ്. നാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ബ്രഹ്മത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ചെയ്യണം.
ബ്രഹ്മചാരി എന്ന് പറയുന്നത് ആരെയാണ്? അവിവാഹിതനല്ല ബ്രഹ്മചാരി. പിന്നെ ആരാണ്? ഭാര്യ ഭർത്തൃബന്ധത്തെ പവിത്രതയോടെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടും ബ്രഹ്മനിഷ്ഠയോടെ കഴിയുന്നവൻ ബ്രഹ്മചാരി. നിവൃത്തിമാർഗം എന്നാൽ സന്യാസമാർഗം. യഥാർത്ഥ സന്യാസം സംഭവിക്കേണ്ടത് ആന്തരികമായിട്ടാണ്, ബാഹ്യമായ കുപ്പായം ഇടുകയല്ല. ഏഷണത്രയങ്ങളെ നിരാകരിച്ചുകൊണ്ട്, ഏഷണത്രയങ്ങൾ എന്ന് പറയുന്നത് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ഇവയെ നിരാകരിച്ചുകൊണ്ട് പരമമായ മുക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിവൃത്തിമാർഗം എന്ന് പറയുന്നത്. പുത്രേഷണ പുത്രനോടുള്ള സ്നേഹം, വിത്തേഷണ സമ്പത്തിനോടുള്ള ഇഷ്ടം, ലോകേഷണ ഉന്നത സ്ഥാനമാനം, പേര്, പ്രശസ്തി എന്നിവയോടുള്ള മമത, ഇതെല്ലാം ഇല്ലാതാകണം. പ്രവൃത്തിമാർഗം ഏഷണത്രയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രവൃത്തിമാർഗം. മുക്തി ലഭിക്കണമെങ്കിൽ രണ്ടു കൂട്ടർക്കും ആത്മജ്ഞാനം വേണം. ഏറ്റവും വലിയ ജീവിതം ഗൃഹസ്ഥാശ്രമമാണ്, അതായത് ഗാർഹസ്ഥ്യം. ഗൃഹസ്ഥാശ്രമിക്ക് കുടുംബം വേണം, സാമൂഹിക ബന്ധം വേണം. ഇവയെല്ലാം ആചരിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ഗൃഹസ്ഥാശ്രമി. ഉത്തമനായ ഗൃഹസ്ഥാശ്രമിയെ പുമാൻ എന്ന് വിളിക്കുന്നു. ഏഷണത്രയങ്ങളെ ഉപേക്ഷിച്ച് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് മുക്തി നേടുക. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃത കസ്യ സിദ്ധനം. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്തിൽ യാതൊന്നുണ്ടോ? അത് സർവ്വതിലും ഈശ്വരൻ ആവസിച്ചിരിക്കുന്നു. അതിനാൽ തേന തെക്തേന ഭുഞ്ജീത, നിങ്ങൾ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. മാകൃത കസ്യ സിദ്ധനം, അന്യൻ്റെ മുതലിനെ ആശിക്കരുത്. ഈ ലോകത്ത് എല്ലാവർക്കും വസിക്കാനുള്ള ഭൂമിയില്ലേ? ജലമില്ലേ? അഗ്നിയില്ലേ? വായുവില്ലേ? ഇടിയില്ലേ? മിന്നലില്ലേ? ആകാശമില്ലേ? ഈ ലോകം നരകം പോലെ ആവാൻ കാരണം ചിലർക്ക് ഭൂമി നിഷേധിച്ചിരിക്കുന്നു. കാരണം മറ്റുള്ളവർ അത് പിടുങ്ങി വച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് കൂടി അർഹതപ്പെട്ടത് എടുത്ത് വച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടതുണ്ട്, എല്ലാവരും എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയും. എന്നാൽ ഉള്ളവർ പറയുമോ? ഉള്ളവർ പറയില്ല. ഇല്ലാത്തവർ മാത്രമേ അത് പറയുകയുള്ളൂ. കരുണാവാൻ നബി മുത്തുരത്നവും ലോകത്തിനു നൽകിയ മഹിതമായ ജീവിത സന്ദേശം ഇതുതന്നെയായിരുന്നു. ഇന്ന് ജീവിക്കുക, നാളത്തേക്ക് വേണ്ടി കരുതി വെച്ച് ഇന്ന് ജീവിക്കേണ്ടവരുടെ ജീവിതത്തെ കഷ്ടപ്പെടുത്താതിരിക്കുക, ദുഃഖിപ്പിക്കാതിരിക്കുക. നബി തിരുമേനിക്ക് എല്ലാ ദിവസവും ധാരാളം ദിനാറുകൾ തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും മറ്റുമായി സമ്മാനമായി ലഭിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് തനിക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത്ര ദിനാറുകൾ എടുത്ത ശേഷം അവശേഷിക്കുന്ന ധനം മറ്റുള്ളവർക്ക് നൽകുമായിരുന്നു. ഒരു ദിവസം തിരുമേനിക്ക് കലശലായ അസുഖമുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരുമേനിക്ക് സമ്മാനമായി കിട്ടിയ ദിനാറുകളിൽ നിന്നും അന്നത്തെ ആവശ്യത്തിനേക്കാൾ കൂടുതലായി എടുത്തു. നബി തിരുമേനിക്ക് രാത്രിയിൽ അസുഖം കൂടിയാൽ അപ്പോൾ ഉപയോഗിക്കാമെന്ന ചിന്തയോടെയാണ് അങ്ങനെ ചെയ്തത്. ആ അധിക ദിനാറുകൾ അവർ അവരുടെ കിടക്കയ്ക്ക് കീഴിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന മുഹമ്മദ് നബിക്ക് ഉറക്കം വന്നില്ല. അദ്ദേഹം കിടക്കയിൽ കിടന്ന് അസ്വസ്ഥത കാട്ടിയപ്പോൾ ഭാര്യയും അസ്വസ്ഥയായി. അവർ വളരെ സ്നേഹവായ്പോടെ അദ്ദേഹത്തിന് എന്തുപറ്റിയെന്ന് അന്വേഷിച്ചു. ഉടൻ തിരുമേനി പറഞ്ഞു, ഇവിടെ അരുതാത്തതെന്തോ നടന്നിരിക്കുന്നു. അസത്യം, അധർമ്മം എന്നെ അസ്വസ്ഥനും സംഭ്രമചിത്തനും ആക്കുന്നു. അതുകാരണത്താൽ എനിക്ക് കിടക്കയിൽ കിടക്കാൻ കഴിയുന്നില്ല. ആകട്ടെ, നീ എന്തെങ്കിലും അധർമ്മം കാട്ടിയോ? അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. അവർ അല്പനേരം ചിന്താക്ലാന്തയായിരുന്ന ശേഷം ഗദ്ഗദകണ്ഠയായി പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമിക്കണം. രാത്രിയിൽ അങ്ങേക്ക് അസുഖം കൂടുകയാണെങ്കിൽ
അടിയന്തര ആവശ്യം മുൻനിർത്തി അങ്ങക്ക് ഇന്ന് സമ്മാനമായി ലഭിച്ച ദിനാറുകളിൽ നിന്നും ഏതാനും ദിനാറുകൾ അധികമായി എടുത്ത് ഈ കിടക്കയ്ക്ക് കീഴിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട അനുകമ്പാനിധിയായ തിരുമേനി പറഞ്ഞു, ആ ദിനാറുകൾക്ക് അർഹതയുള്ളവരുടെ വിശപ്പും ദുഃഖവുമാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. അതുകൊണ്ട് ഉടൻ തന്നെ ആ ദിനാറുകൾ ആവശ്യമുള്ളവർക്ക് നൽകുക. അപ്പോൾ അവർ ചോദിച്ചു, ഈ അർദ്ധരാത്രിയിൽ ആർക്കാണ് ദിനാറുകൾ ആവശ്യമുള്ളത്? ഇത് വാങ്ങിക്കാൻ ഈ രാത്രിയിൽ ഇവിടെ ആരാണ് വരിക? അതുകൊണ്ട് നേരം പുലർന്നതിന് ശേഷം ആവശ്യക്കാർക്ക് നൽകാം. തിരുമേനി അവയുടെ അർഹരും ആവശ്യക്കാരും ഈ രാത്രിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അവർക്ക് അത് ഉടൻ തന്നെ കൊടുക്കുക. വെളിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ദിനാറുകൾ ആവശ്യമുള്ളവരുണ്ടോ, ഉണ്ടെങ്കിൽ വരിക എന്ന് വിളിച്ചു പറയുക. അപ്പോൾ അതിന് ആവശ്യമുള്ളവർ വരും. തിരുമേനിയുടെ വാക്കുകൾ കേട്ട് ആ മഹതി വെളിയിലിറങ്ങി നിന്ന് ദിനാറുകൾ ആവശ്യമുള്ളവരുണ്ടോ, ഉണ്ടെങ്കിൽ വരിക എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ അർദ്ധരാത്രിയിൽ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ വടിയും ഊന്നി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് ഭരിതയായ അവർ ദിനാറുകൾ ആ വൃദ്ധനു നൽകി. ആ ദിനാറുകൾ വിറയാർന്ന കരങ്ങൾ കൊണ്ട് അവരിൽ നിന്നും സ്വീകരിച്ച വൃദ്ധൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. തിരുമേനി പറഞ്ഞതിൻ്റെ പൊരുൾ അവർ അനുഭവിച്ചറിഞ്ഞു. അകത്തു ചെന്ന് നടന്ന കാര്യങ്ങൾ അവർ തിരുമേനിയെ അറിയിച്ചു. തിരുമേനി പറഞ്ഞു, നാം നാളത്തേക്ക് ഒന്നും കരുതണ്ട. ഇന്ന് നൽകിയ തമ്പുരാൻ നാളെയും തന്നുകൊള്ളും. തമ്പുരാൻ എല്ലാവർക്കും വേണ്ടതെല്ലാം കരുതുന്നവനാണ്. അതിനുശേഷം തൻ്റെ പുതപ്പ് കൊണ്ട് മൂടി സ്വസ്ഥനായി കിടന്നുറങ്ങി. ആ നിദ്ര അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്രയായിരുന്നു. ധനം ആരുടേത് എന്ന ധർമ്മപാഠമാണ് പ്രവാചകനായ നബി തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തെ കരുണയോടെ അവസാനം പഠിപ്പിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരിക്കൽ പറയുകയുണ്ടായി, ദൈവം ലോക സൃഷ്ടിക്ക് ശേഷം 2 പ്രാവശ്യം ചിരിച്ചു. ആദ്യം ചിരിച്ചത് ഒരു ഡോക്ടർ രോഗിയോട് താങ്കൾ മരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ. രണ്ടാമതായി ചിരിച്ചത് 2 പേർ ചേർന്ന് ഭൂമി പകുത്ത് വേലി കെട്ടിയ ശേഷം ഇത് എൻ്റേത്, അത് നിൻ്റേത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴും. അതെ, ധനം ആരുടേതാണ്? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീത മഹകൃത കസ്യ സിദ്ധനം. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഈശ്വരൻ ആവസിച്ചിരിക്കുന്നതിനാൽ യാതൊന്നിലും മോഹവശനാകാതെ ത്യജിച്ച് ഭുജിക്കുക. ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത്. തേന തെക്തേന ഭുഞ്ജീത എന്ന ഭാഗത്തിന് ചരിക്കമുക്തനായി എന്നാണ് ഗുരു ഭാഷ്യം കൽപ്പിച്ചിരിക്കുന്നത്. മുക്തനായി, സ്വതന്ത്രനായി ചരിക്കുവാനാണ് ഗുരുകൽപ്പന. കർമ്മങ്ങളാവുന്ന കെട്ടുകളിൽ നിന്നുള്ള മുക്തിയാണ്. ആത്മസാക്ഷാത്കാരത്തിനുള്ള അവബോധമാണ് ഗുരു നൽകുന്നത്. ഈ കെട്ടുകൾ നിസ്വാർത്ഥ കർമാനുഷ്ഠാനത്തിലൂടെ അഴിക്കാമെന്നും തദ്വാര കൈവല്യപ്രാപ്തി, മോക്ഷപ്രാപ്തി കൈവരിക്കാമെന്നും വ്യക്തമാക്കുന്നു. അതിനാൽ മറ്റുള്ളവരുടെ ധനം ആശിക്കരുത്. ത്യാഗിക്ക് മാത്രമേ മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാനാവൂ. ത്യാഗമുള്ളിടത്ത് സ്വാർത്ഥലേശം പോലുമില്ല. പരധനത്തോടെ ആശയില്ലാത്ത അവസ്ഥ. ജീവിതത്തിന് കൈവരുത്തുന്ന ശാന്തിയും സമാധാനവും എത്ര വലുതാണെന്നുള്ള സത്യം ഗ്രഹിച്ച് അപൂർവമായ മർത്യജന്മം സാർത്ഥകമാക്കി ധന്യത കൈവരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാരം. ഓം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃത കസ്യ സിദ്ധനം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ്സിൽ 2-ാം മന്ത്രം ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുകാരുണ്യം ആവോളം എന്ന്
ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്ത്.